ഡോക്ടർ, ഒരു ഡൗട്ടോടെ ചോദിച്ചോട്ടെ, കുട്ടികളുടെ ഡെന്റൽ കെയറിനെ കുറിച്ചൊന്ന് പറയാമോ? അതുപോലെ തന്നെ ഏത് വയസ്സ് മുതലാണ് ഒരു റൂട്ടീൻ ഡെന്റൽ ചെക്കപ്പ് ആവശ്യമുള്ളത്? ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ദന്ത സംരക്ഷണം അത്യാവശ്യമാണെന്നേ ഞാൻ പറയൂ. കാരണം ആദ്യം തന്നെ നമ്മൾ ഫീഡ് ചെയ്ത് തുടങ്ങുകയാണ് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ. അപ്പോൾ അത് ശരിക്കും ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം, എല്ലാവരും അത് ശരിക്കും പറഞ്ഞാൽ അത് ഓർക്കാറില്ല. ചെയ്യാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളുടെ ആ വായൊന്ന് ഒരു ചെറിയൊരു ചൂടുവെള്ളത്തിൽ ഒരു തുണി നനച്ചിട്ട് മോണയും എല്ലാം കൂടെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. കാരണം കുഞ്ഞുങ്ങൾ എന്തായാലും ഫീഡ് ചെയ്ത് കഴിഞ്ഞ് ഉടനെ തന്നെ ഉറങ്ങാൻ പോകുമ്പോഴത്തേന് ആ വായിലിരിക്കുന്ന പാലിൻ്റെ അംശം അതിൽ കുഞ്ഞുങ്ങളുടെ മോണയെ ബാധിക്കുന്ന രീതിയിലാണ്. കാരണം ഒരുപാട് നേരം ഇരിക്കുമ്പോഴത്തേന് കുഞ്ഞുങ്ങൾക്ക് പലതരത്തിലുള്ള ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാകാറുണ്ട് വായിൽ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ കോട്ടൺ വൈപ്പ് ചെയ്തൊന്ന് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അതൊന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ കുറച്ചുകൂടി ആകുമ്പോൾ, അതായത് ആദ്യത്തെ ഒരു 6 മാസം ആകുമ്പോഴാണ് ഫസ്റ്റ് പാൽപ്പല്ല് വരുന്നത്. ആ ഒരു സമയവും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ അത് പല്ലെന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ തുടർച്ചയായി പല്ല് വരുന്ന സമയത്ത് നമ്മുടെ സോഫ്റ്റ് ബ്രിസ്റ്റിൽസ് ഉള്ള ബ്രഷ് കിട്ടും. കുഞ്ഞുങ്ങളുടെ പീഡോ ടൂത്ത് ബ്രഷ് എന്ന് പറയും അതിന്. ആ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് തന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ പല്ലൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് ഒരു അത്യാവശ്യ കാര്യം തന്നെയാണ്. അതുകൂടാതെ തന്നെ നമ്മൾ ഈ പാൽപ്പല്ല്, അതായത് പൊതുവെ എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് ഈ പാൽപ്പല്ല് പോയിട്ട് പുതിയ പല്ല് വരാനുള്ളതല്ലേ, അതുകൊണ്ട് ഈ പാൽപ്പല്ലിൻ്റെ പ്രാധാന്യം അവർ മൊത്തത്തിൽ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അത് ഒരിക്കലും ശരിയല്ല ചെയ്യുന്നത്. കാരണം ഈ പാൽപ്പല്ല്, അതായത് മിൽക്ക് ടീത്ത് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു നാച്ചുറൽ സ്പേസ് മെയിൻറ്റെയിനർ എന്നാണ് നമ്മൾ പറയാറുള്ളത്. കാരണം ഈ പാൽപ്പല്ല് ശരിക്കും പോട് അടച്ചു വെക്കുകയും അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ടൊരു 2 times രാവിലെയും രാത്രിയും ബ്രഷ് ചെയ്യേണ്ട അത്യാവശ്യ കാര്യം തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ ഈ കൂടുതലും ഈ ടെക്കീസോടെ വരുമ്പോൾ തന്നെ നമ്മൾ അവരിൽ നിന്ന് കേൾക്കുന്നതാണ്. അവർ പറയാറുണ്ട് പാൽപ്പല്ല് പൊഴിഞ്ഞു പോകത്തില്ലേ, പുതിയ പല്ല് വരുമ്പോൾ അത് ശ്രദ്ധിച്ചാൽ പോരെയെന്ന്. അത് ഞാൻ പറഞ്ഞതുപോലെ ഒരു അബദ്ധമായ തെറ്റായ ധാരണയാണ്. കാരണം ഇതിപ്പോൾ കുഞ്ഞുങ്ങൾ ബേബി ടൂത്ത് ആകുമ്പോൾ തന്നെ നമ്മൾ അതായത് പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ളതാണ്. അതായത് 2 times കുട്ടികളെ കൊണ്ട് പല്ല് തേപ്പിക്കുക. അതുകൂടാതെ തന്നെ ഷുഗറി ഫുഡ്സ് എല്ലാം കഴിച്ചതിന് ശേഷം അത് മൊത്തത്തിൽ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. എന്നാലും ഷുഗറി ഫുഡ്സ് കഴിക്കരുത് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം കുഞ്ഞുങ്ങൾ എന്തായാലും കഴിക്കും. ഷുഗർ, നമ്മുടെ ചോക്ലേറ്റ്സ് അതുപോലുള്ള അത് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഈ പറയുന്ന ഫ്രൂട്ട്സിലെ ആപ്പിൾ, ക്യാരറ്റൊക്കെ ഒന്ന് ജസ്റ്റ് ചൂ ചെയ്യാൻ പറയാം. ചൂ ചെയ്യുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ ഈ ഷുഗറി ഫുഡ്സ് ആകുമ്പോഴത്തേന് നമ്മുടെ പല്ല് നല്ല സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഫ്രൂട്ട്സ് കണ്ട് കഴിക്കുമ്പോഴത്തേന് അത് ക്ലെൻസ് ചെയ്യുകയാണ് പല്ലിനെ. അതുകൂടാതെ തന്നെ 2 times ബ്രഷ് ചെയ്യിപ്പിക്കുക. അതായത് നമ്മൾ ഈ കുട്ടികളെ എത്തിക്കാനുള്ളതെന്ന് പറയുമ്പോൾ ഡയറക്റ്റ് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. കുഞ്ഞുങ്ങൾ എന്തായാലും അനുസരിക്കില്ല. അപ്പോൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കാർട്ടൂൺ മോഡൽ വഴിയോ അല്ലെങ്കിൽ വീഡിയോസോ പലതരത്തിലുള്ള ഫണ്ണി വീഡിയോസ് എല്ലാം കാണിച്ച് ഈ കുട്ടികളിലേക്ക് ഇത് എത്തിക്കുക. അതുകൂടാതെ തന്നെ 6 months കൂടുമ്പോൾ നമ്മുടെ ഒരു ഡെന്റിസ്റ്റിനെ ചെന്ന് കാണേണ്ട ഒരു അത്യാവശ്യ കാര്യം, ഒരു ഓറൽ റൂട്ടീൻ ഡെന്റൽ ചെക്കപ്പ് അത്യാവശ്യമാണ്. കാരണം അപ്പോൾ ചെല്ലുമ്പോഴത്തേന് ഡെന്റിസ്റ്റിനെ നമുക്കൊരു കൗൺസിലിംഗ് പേരൻസ്, പീരിയോഡോണ്ടിസ്റ്റ് ഉൾപ്പെടെയുള്ള കൗൺസിലിംഗ് കാര്യങ്ങളും തരുന്നതായിരിക്കും. ഈ കുട്ടികളെ ഉൾപ്പെടുത്തി ചെയ്യുന്നതാണ് കൂടുതലും നല്ലത്. കാരണം അവരിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളത് അവരെക്കാളും ആവശ്യം നമുക്ക് തന്നെയാണ്. കാരണം കുഞ്ഞുങ്ങളായതുകൊണ്ട് അവരെ ഓൺ ചെയ്യാനായിട്ട് പാടാണ്. അപ്പോൾ പേരൻസ് തന്നെ ഇതിന് ഇറങ്ങി കുട്ടികളിലേക്ക് ഇത് എത്തിക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോഴത്തേനും ഉള്ള പ്രധാന കാര്യം എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളുടെ കുഞ്ഞു പോടും കാര്യങ്ങളും അടച്ച് ആദ്യമേ തന്നെ അങ്ങ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ അത് ഈ വലിയ ആൾക്കാർ ചെയ്യുന്ന റൂട്ട് കനാൽ പോലെ പൾപ്പക്ടൻ പോലത്തെ പ്രൊസീജിയേഴ്സൊക്കെ ആയാൽ പിന്നെ അത് കുഞ്ഞുങ്ങളുടെ പല്ലിന് നല്ലതല്ല. കാരണം നമ്മളൊരു പോട് വരുമ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അത് നിരന്തരമായിട്ട് അത് പോടില്ലാതെ കുറച്ച് നാളങ്ങനെ നന്നായിട്ട് ഇരിക്കുന്നതാണ്. അത് പുതിയ പല്ല് വരുന്നതിന് ഒരു സംരക്ഷണം തന്നെയാണ് ഈ ബേബി ടൂത്ത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാമെന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ റൂട്ടീനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതും പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഓറൽ ഹൈജീൻ പ്രാക്ടീസസ് നമ്മൾ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്.